എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഫുൾ മൂൺ എനർജി പോർട്ടൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ഫുൾ മൂൺ എനർജി ഇൻ കാപ്രിക്കോൺ, അങ്ങനെ സ്ട്രോബെറി ഫുൾ മൂൺ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതൊരു 5 ദിവസമാണ് അതിൻ്റെ ഒരു എനർജി പോർട്ടൽ. ഇപ്പോൾ 21 ആ ഒരു രീതിയിൽ 21-ന് 2 ദിവസം മുമ്പ്, പിന്നെ അത് കഴിഞ്ഞ് ഉള്ള 2 ദിവസം ആ ഒരു എനർജി ഇങ്ങനെ വളരെ വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മളൊരു 3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് അവെയറായിരിക്കുക. അതിനെക്കുറിച്ചൊന്നും ഒരുപാട് ചിന്തിക്കുകയും എപ്പോഴും നമ്മൾ അതിൽ വളരെ ഈഗറായിരിക്കുക വേണ്ട. ജസ്റ്റ് ഒന്ന് കേൾക്കുക, ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും സ്നേഹവും ആ ഒരു സപ്പോർട്ടും എല്ലാ സജഷൻസും എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫുൾ മൂൺ എനർജി എന്ന് പറയുമ്പോൾ അവിടെ എനർജി വളരെ ഹൈ ആണ്, അല്ലെങ്കിൽ ചന്ദ്രഭഗവാൻ എന്ന് പറയുന്നത് വളരെ പ്രഭാവത്തോട് കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം, നമ്മളൊരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു പാർട്ടി വൈസൊക്കെ നമ്മൾ പുറത്തേക്ക് ആ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി വളരെ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും, ഔട്ട് ഓഫ് കൺട്രോൾ. ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഇമോഷൻസ് വളരെ ഹൈ ആകുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിപ്പോവും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മളുടെ മുന്നിൽ നമുക്ക് തന്നെ ഒരു എനർജി, ഒരു റൈസിങ് അല്ലെങ്കിൽ നല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്ന് നമ്മൾ ആ ഒരു രീതിയിൽ നല്ല ചാർജ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ ഇൻ്റലിജൻസിനെ താഴ്ത്തിക്കളയരുത്. താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ടായതുകൊണ്ട് യു മസ്റ്റ് ബി വെരി അവെയർ. അതായത് നിങ്ങളുടെ ചുറ്റിനും നിൽക്കുന്ന ആളുകൾ നിങ്ങളെപ്പോഴും വളരെ ഹൈ എനർജി ആ ഒരു വൈബ്രേഷൻ ലെവലിൽ നിൽക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പല ആളുകളും ചുറ്റിൽ നിന്ന്, ചിലപ്പോൾ സ്ട്രേഞ്ചേഴ്സ് പോലും നിങ്ങളെ ട്രിഗർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്ത് വരാനോ ഒക്കെയുള്ള സാധ്യതയുണ്ടായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും രീതിയിലൊക്കെ നമ്മൾക്ക് ദേഷ്യം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിൽ ക്രിയേറ്റ് ചെയ്ത് വരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കാമായിരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, നമ്മൾ ബ്രീതിങ് എക്സസൈസ് ചെയ്യുക. അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്, അതൊന്നും നമ്മൾ ഇൻവോൾവ് ചെയ്തൊരു വിഷയമല്ലെങ്കിൽ പോലും അതിലൊന്നും നമ്മൾ വളരെ ഡീപ്പ് ഡൗൺ ആയിട്ട് നമ്മളുടെ എനർജി വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് കുറച്ച് കൂളായി, വളരെ കാമായി, വളരെ പീസ്ഫുള്ളായി, സ്റ്റേബിളായി ഇരിക്കുക. അപ്പോൾ അതാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം. അപ്പോൾ അതിനു വേണ്ടി പറ്റുമെങ്കിൽ നമ്മൾ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എനർജി ഡ്രെയിൻ ചെയ്യുന്ന ചില ആളുകളെയൊക്കെ നമുക്കറിയാമല്ലോ, നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് ഏരിയയിൽ, വർക്ക് സ്പേസിൽ ഒക്കെ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷനിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പൊതുവേ അവരിൽ നിന്ന് മാറി നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ആ ഒരു സ്പേസ് കൊടുത്ത് ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, നമുക്ക് നമ്മളുടെ മുന്നിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ അവിടെ നമ്മളുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് നമ്മൾ ജീവിതത്തിനെ മാറ്റി തിരിച്ചുകൊണ്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾക്ക് മുന്നേ നടന്ന സംഭവങ്ങൾ, പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മളെപ്പോഴും ജീവിതത്തിനെ മുന്നോട്ട് നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കാഴ്ചപ്പാട് മാറ്റുക. നമ്മൾ വളരെ അബണ്ടൻ്റ് ആണ്, നമ്മൾ വളരെ പോസിറ്റീവാണ്. എന്ത് വലിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ വന്നാലും അത് യൂണിവേഴ്സ് നമുക്ക് അതിൽ നിന്ന് ശക്തമായിക്കൊണ്ട് കരകയറാനായിട്ടുള്ള ഓരോ സാധ്യതകൾ തന്ന് നമ്മളെ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി ഒക്കെ വളരെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ് തരുന്നത്. അത്രത്തോളം സ്നേഹമാണ് പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിക്ക് എന്നോട് എന്നുള്ള വിശ്വാസം നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളുടെ കാഴ്ചപ്പാടിനെ, ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടിനെ മാറ്റുമ്പോൾ നല്ലത് മാത്രമേ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. അങ്ങനെ നമ്മളുടെ പെർസ്പെക്റ്റീവ്നെസ്സിനെ മാറ്റുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 2 പേര് തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 7 വർഷമൊക്കെ അവർ ഒരുമിച്ചായിരുന്നു. അപ്പോൾ തമ്മിൽ വളരെ സ്നേഹമായിരുന്നു. ഒരാൾക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സഹായിക്കും, ഫിനാൻഷ്യലി എല്ലാം സപ്പോർട്ട് ചെയ്യും, ഇമോഷണലി വളരെ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം, അവിടുന്ന് ഒരു ഐഡിയ വരുന്നതനുസരിച്ച് നമുക്ക് ഗ്രോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് 2 പേരും ഒരേ രീതിയിൽ നിൽക്കുകയും പല സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ ഒരാൾ നമ്മളിൽ നിന്ന് വിട്ടുപോവുക,
അപ്പോൾ അതുകൊണ്ട് മറ്റൊരാൾ അതോടെ എല്ലാം തീർന്നു പോയി, അല്ലെങ്കിൽ എല്ലാം അതുകൊണ്ട് നമ്മളുടെ ജീവിതം അവിടെ നിന്നുപോയി എന്നുള്ള രീതിയിൽ നിലയില്ലാ കയത്തിലേക്ക് താഴുന്ന കണക്ക് നിന്നു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പം നമ്മൾ വിചാരിക്കും ഈശ്വരൻ എന്തിനാണ് ഇങ്ങനെ ഒരു ദുർഘടമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മളുടെ മുന്നിലേക്ക് പ്രദാനം ചെയ്തത് എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ തന്നെ ഇങ്ങനെ ഒരു സിനിമ ഒരു 100 വട്ടം അല്ലെങ്കിൽ ഒരു 50 വട്ടമൊക്കെ ഇങ്ങനെ കാണുന്നത് പോലെ നമ്മളിങ്ങനെ ചിന്തിച്ച് അതിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിലൂടെ നമ്മളുടെ നെഗറ്റിവിറ്റിയുടെ താഴെപ്പടിയിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നാടകം പോലെയാണ്. ഓരോ സീനിലും നമ്മളുടെ മുന്നിലേക്ക് പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ ചിലർ നമ്മളെ കുഴിയിലേക്ക് തള്ളിയിടാൻ വേണ്ടിയായിരിക്കും, ചിലർ നമ്മളെ കുഴിയിൽ കിടക്കുന്ന നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയായിരിക്കും, ചിലർ നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും, ചില ആളുകളോ നമ്മളുടേതായിട്ടുള്ള ഒരു ബിലീവിങ് സിസ്റ്റത്തിൽ ഒരു ചട്ടക്കൂടിൽ നമ്മളിങ്ങനെ ഒരു പുഴുവിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ആണെങ്കിൽ അതൊന്ന് പൊട്ടി ആ ചട്ടക്കൂടൊന്ന് പൊട്ടിച്ച് ഇത് മാത്രമല്ല ഇതിന് പുറത്തൊരു ലോകമുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഒരു മോട്ടിവേഷൻ തന്ന് ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ, യു മസ്റ്റ് റൈസ് അപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ ഉയർത്താൻ വേണ്ടിയായിരിക്കും. അപ്പോൾ അവർ ഓരോരുത്തരും നമ്മളുടെ മുന്നിൽ വന്ന് അവരുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ യൂണിവേഴ്സിനറിയാം ഇനി ഇവർ അവരുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അതിൽ നിന്ന് അവർ മാറിപ്പോണം എന്നുള്ള രീതിയിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഓരോരുത്തരെ കൊണ്ടുതരുന്നതും അത് കഴിഞ്ഞ് നമ്മളെ അവരിൽ നിന്ന് മാറ്റിക്കളയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ എ റീസൺ. എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതിന് പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ കാര്യവും അതിൻ്റെ സൊല്യൂഷനും എല്ലാം യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം നമ്മുടെ കുഞ്ഞു കണ്ണുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സെൻസറി സിസ്റ്റം കൊണ്ട് കാണുന്ന കാര്യത്തിന് എത്രയോ ഒരു ബിഗ് പിക്ചർ പോലെ യൂണിവേഴ്സിന് ഇതെല്ലാം അറിയാം. ബിക്കോസ് യൂണിവേഴ്സ് ഇസ് ദ സുപ്രീം പേരൻറ്റ് ഓഫ് ഓൾ ദ ക്രീച്ചേഴ്സ് ഓൺ ദി എർത്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിനെയും നമ്മൾ പോസിറ്റീവായിട്ട് വരവേൽക്കുക. നമ്മൾക്ക് ജീവിതത്തിനോടുള്ള ഒരു കാഴ്ചപ്പാടിനെ നമ്മൾ മാറ്റുക. എത്ര വലിയ ദുർഘടമായിട്ടുള്ള സാഹചര്യം വന്നാലും അതിൽ നിന്ന് തരണം ചെയ്യാനുള്ള ശക്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് എല്ലാ രീതിയിലും എനിക്ക് എല്ലാ സമയത്തും നമുക്ക് തരുന്നുണ്ട്. അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ നല്ലത് മാത്രം നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ഫുൾ മൂൺ എനർജി പോർട്ടലിലും നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളുടെ കാഴ്ചപ്പാടിനെ മാറ്റുക. നമ്മളുടെ ജീവിതം സ്റ്റാഗ്നൻ്റ് ആയിട്ടൊന്നും നിൽക്കാതെ നമ്മൾ പതുക്കെ ബേബി സ്റ്റെപ്സൊക്കെ വെച്ച് നമ്മളുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുക, നടക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ അവെയറായിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ സാധാരണ ഇപ്പോഴത്തെ ആ ഒരു ഫുൾ മൂൺ എനർജി പോർട്ടൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് സമ്മർ സോൾസ്റ്റൈസും കൂടെ കയറി വരുന്നുണ്ട്. അതായത് ഒരു സോളാർ എക്ലിപ്സ് പോലെ. അപ്പോൾ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എക്ലിപ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഫോട്ടോസൊക്കെ എടുത്ത് അല്ലെങ്കിൽ അതൊരു പ്രചരണം ആയി മാറുന്ന ഒരു രീതിയാണ്. എന്നാൽ മനസ്സിലാക്കുക, ഒരു ഗ്രഹത്തിൻ്റെ മുകളിൽ വേറൊരു ഗ്രഹം വന്ന് മറയുമ്പോൾ അവിടെ ഒരു നിഴൽ പോലെ വരുമ്പോൾ അവിടെ ഡാർക്ക് എനർജിയാണ് കൂടുതലായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ വേറൊരാൾ കയറി നിൽക്കുമ്പോൾ നമ്മളെ മറിച്ചുകൊണ്ട് അവരുടെ ഫോട്ടോയാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ സന്തോഷമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഒരു എനർജി ഷിഫ്റ്റിംഗ് ഉണ്ടാവും. അപ്പം അത് ഗുഡ് ഓർ ബാഡ്, ചിലപ്പോൾ അത് പോസിറ്റീവ് ആവാം, ചിലപ്പോൾ അത് നെഗറ്റീവ് ആവാം. അപ്പം എന്തായാലും ശരി തന്നെ നമ്മൾ അതിനെയെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. നമ്മൾ വളരെ പോസിറ്റീവായിരുന്നുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ കൂടെയുള്ള മറ്റുള്ളവരുടെ എനർജി അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി സാധ്യതകൾ അല്ലെങ്കിൽ ചുറ്റിനുമുള്ള വാർത്തകൾ ചിലപ്പം ആ ഒരു എൻവയോൺമെൻറ്റ് തന്നെ ചിലപ്പം വളരെ കയോട്ടിക്കായിട്ട് ചിലപ്പം വളരെ ട്രിഗറിങ് ആയിട്ട് ഒക്കെ തോന്നുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും വളരെ ബാലൻസ്ഡായി ഇരിക്കുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജിക്ക് ഒരുപാട് ഷിഫ്റ്റിംഗ് ഒക്കെ സംഭവിക്കും. നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടായാലും എവിടെയായാലും നമ്മളൊന്ന് അവെയറായിരിക്കുക. നമ്മൾ ഡൗൺ ആയി പോകാൻ സമ്മതിക്കരുത്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്ത് ഉയർത്തുക. അതിന് നമുക്ക് തന്നെ ഒരു അഫർമേഷൻസ് കൊടുത്ത് നമ്മൾ വളരെ പവർഫുള്ളാണ്, വളരെ പോസിറ്റീവാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്, ഇതിനെല്ലാം ഉപരി യൂണിവേഴ്സ് എന്ന് പറയുന്ന വലിയ ശക്തിയുടെ കുഞ്ഞാണ്, ഞാൻ യുണീക്കാണ്, എന്നോളം
എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഐ ആം ദ ഫസ്റ്റ് പേഴ്സൺ. അതിന് അപ്പുറത്തേക്ക് പിന്നൊരാളില്ല. ബിക്കോസ് എല്ലാ ചരാചരങ്ങളും ഭൂമിയിലുള്ളത് വ്യത്യസ്തമാണ്. അത് ഈശ്വരൻ്റെ സൃഷ്ടി വൈഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം നമ്മൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ എല്ലാ ജോലികൾ ചെയ്യുമ്പോഴും ഏത് കർമ്മ മേഖലയിലായാലും ഏത് സമയത്തായാലും നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നടന്ന് നീങ്ങുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചാൽ മാത്രം മതി. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല. അല്ലെങ്കിൽ വന്നാലും നമ്മൾ അതിൽ നിന്ന് തരണം ചെയ്യാനുള്ള എല്ലാ ശക്തിയും നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി.